ഇത് വേപ്പിലക്കട്ടിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നതാണ്. വേപ്പിലക്കട്ടീൻ്റെ വീഡിയോ ഒരുപാട് യൂട്യൂബിലുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ അതുപോലെ ഒന്നും വറക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിലാണ് ഇതുണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ നമ്മൾ അച്ചാർ പോലെയും ദോശയിൽ തൈരിൻ്റെ കൂടെ ചാലിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കലേ. ഇത് വയറിന് നല്ല ഒരു സാധനമാണ് കേട്ടോ വേപ്പിലക്കട്ടി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളുടെ അച്ചാർ മാമീൻ്റെ, അറിയില്ലേ, പാലക്കാടുള്ള ഇതാ ഈ ചില്ലുകുപ്പിയിലുള്ളത് അവരതാണ്. അതുപോലെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഡീകോഡ് ചെയ്തിട്ട് അതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ ഉഴുന്നു ഒന്നും വറക്കാതെ കേട്ടോ. യൂട്യൂബിൽ നിങ്ങൾ കുറേ ഉഴുന്നൊക്കെ വറുത്തിട്ടുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത്. നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെങ്കിലും മനസ്സിലാക്കി വെച്ചോട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് കരിവേപ്പില വേണം. അപ്പോൾ ഞാൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കരിവേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കി നോക്കണം എന്ന് അപ്പോഴേ വിചാരിച്ചിരുന്നേ. ഇത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക കേട്ടോ ചെയ്യുക. ഇത്രയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് നാരകം. കരിവേപ്പിലയും വേണം, നാരകത്തിൻ്റെ ഇലയും വേണം കേട്ടോ. ചെറിയ നാരങ്ങേൻ്റെ ഇലയാണ് വേണ്ടത്. അത് കണ്ടില്ലേ, ചെറിയ നാരകം. ഇത് നമ്മളെ ഒരു കുറച്ച് ദൂരെയുള്ള ഒരു നൈബറിൻ്റെ അടുത്തുള്ളതാണേ. അപ്പോൾ അവിടുന്ന് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് നാരകത്തിൻ്റെ ഇലയും കൂടി പറിച്ചെടുക്കാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ചെറിയ നാരങ്ങയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നാരങ്ങേൻ്റെ ഇല മാത്രമേ പറിക്കുന്നുള്ളേ. ഇത് മുള്ളുണ്ടാവും കേട്ടോ. അതിപ്പോൾ സൂക്ഷിച്ച് വേണം അത് പറിക്കണമെങ്കിൽ. ചില നല്ല മൂത്തതാണെങ്കിൽ മുള്ളൊക്കെ നല്ല കയ്യിൽ നല്ലോണം കുത്തി കയറുന്ന പോലത്തെ വലിയ മുള്ളാണേ. അത്രയും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മോര് സംഭാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് നാരകത്തിൻ്റെ ഇലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണേ സംഭാരത്തിന്. അപ്പോൾ ഇതിൻ്റെ നാര് ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇതുണ്ടേ കുഞ്ഞു മുള്ള് കണ്ടില്ലേ, അതിന് തന്നെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഇത് ആ മുള്ള് വലിയതായി വരികയാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത്, നാരങ്ങൻ്റെ ഇലേൻ്റെ തണ്ട് ഇങ്ങനെ കളഞ്ഞിട്ട് അതിന് നടുക്ക് കൂടിയുള്ള ഒരു നാരില്ലേ അതും കളഞ്ഞിട്ടാണ് സാധാരണ ഇപ്പം കാണിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ഈ അച്ചാർ മാമീൻ്റെ പാലക്കാടുള്ള അവരെ അടുത്തുനിന്ന് വാങ്ങിയ വേപ്പിലക്കട്ടി നോക്കുമ്പോൾ അതിൽ ഇങ്ങനെ കുറച്ച് നാരുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇല അങ്ങനെ ഇട്ടതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുത്ത് ഇടാൻ പോവുക കേട്ടോ. ഞാൻ പാലക്കാട് പോകുമ്പോൾ അച്ചാർ മാത്രമല്ലാതെ ഈ വേപ്പിലക്കട്ടി ഒന്ന് വാങ്ങി വെക്കണം കേട്ടോ. ഒന്ന് ഭയങ്കര സ്വാദാണേ. ഇത് വെറുതെ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് നാവിൽ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ അലിയിച്ച് കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ. എന്തൊക്കെയോ ഒരു സ്വാദാണേ. നാരകത്തിൻ്റെ ഇലയാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെയാണ് അതിൽ ഇട്ടതെന്ന് കണ്ടുപിടിക്കാനേ പറ്റൂല കേട്ടോ. പിന്നെ അവരുടെ ആ ഒരു കൈപ്പുണ്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ നാരൊന്നും കളയാതെ പച്ചയില അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ മിക്സീൻ്റെ ജാറിലേക്ക് ഇടുകയാണേ. ഇത് കഴുകി വൃത്തിയാക്കിയതാട്ടോ. പരമാവധി വെള്ളം കളയണം. വെള്ളം ഇല്ലാത്തതാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കുകയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഈ ഇല എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. അതുകൊണ്ട് വെള്ളം ലേശമൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല, പരമാവധി പോക്കണം. അപ്പോൾ പൊടിച്ചപ്പോൾ അത് ഇങ്ങനെയുണ്ടേ. നമ്മൾ ഒരു പിടിയോളം നാരകത്തിൻ്റെ ഇലയാണ് എടുത്തത്. അപ്പോൾ അത്ര തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുക്കാം കേട്ടോ. തണ്ട് ഒഴിവാക്കിയിട്ട് ഒരു പിടി അത്ര തന്നെ കരിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിടാം, കുറച്ച് മുളക് പൊടി ഇടാം എരിവിനുള്ള. ഞാനിത് കുറേ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ കോഴിക്കോട് ഒരു ഡാഷ് കടയിൽ ഇത് വാങ്ങാൻ കിട്ടും. അവിടെ പക്ഷെ ഭയങ്കര എരിവാണേ. അതിനും അച്ചാർ മാമീൻ്റെനും നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ അവരെടുത്തുനിന്ന് വാങ്ങിയതിൻ്റെ കളറും നമ്മളുടെ കളറും നല്ല വ്യത്യാസമുണ്ടേ. അവരിതിനൊരു ചുമന്ന ഒരു കളറാണ് കേട്ടോ. കണ്ടില്ലേ, എൻ്റെ ഇതിൻ്റെ നോക്കിക്കേ ഒരു പച്ച കളറും. ഇതിൽ എന്തൊക്കെയാ ചേർത്തത്, എങ്ങനെയാ ഉണ്ടാക്കിയെന്നുള്ളതാണല്ലോ അതിൻ്റെ സൂത്രം. അപ്പോൾ അത് അവർ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ സ്വാദ്, നാവിൽ എന്തൊക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഭയങ്കര കയ്പാട്ടോ. ഇത് തിന്ന് നോക്കിയപ്പോൾ ഭയങ്കര കയ്പ്. കഴിച്ചിട്ട് വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലേ. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്പ് പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എന്തായാലും ഇത് കരിവേപ്പിലയും എനിക്ക് ഫ്രീ ആണ്, നാരകത്തിൻ്റെ ഇലയും ഫ്രീ ആണ്. അതുകൊണ്ട് ഉപ്പ് മുളക് പൊടിയൊക്കെ ലേശമല്ലേ വേണ്ടു. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇതിന് വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങേൻ്റെ നീരാണ് കേട്ടോ വെള്ളത്തിന് പകരം എടുക്കുന്നത്. മറ്റേതിൽ നാരങ്ങേൻ്റെ നീരിൻ്റെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് ആ പൊടിയിൽ. അപ്പോൾ ഇതിലത്തെ ഒരു 2 നാരങ്ങ ഉണ്ടായിരുന്നു കയ്യിൽ. അതിൽ വലിയ നാരങ്ങ നമുക്ക് കുറച്ച് അതിൻ്റെ നീര് മാത്രം, കുരു ഇല്ലാതെ അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇത് നമുക്കൊന്നും കൂടി നല്ലോണം അടിച്ചിട്ട് വരാം കേട്ടോ. നാരങ്ങ നീര് തന്നെയാണ് ഒറ്റിച്ചിട്ടുള്ളത്, വിനാഗിരി ഒന്നുമല്ല. പുളിക്ക് വേണ്ടിയിട്ട് സ്വാദ് നാരങ്ങ നീരിൻ്റെ തന്നെയായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങളാരും പരീക്ഷിക്കില്ല എന്ന് എനിക്കറിയാം. ഇനി അഥവാ പരീക്ഷിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. വെള്ളം ഉണ്ടാവരുതേ.
ഇലകളാണ്. അപ്പോൾ അതിൻ്റെ ഇതിപ്പോൾ കണ്ടില്ലേ, ഒരു കുഴഞ്ഞ പോലെ ആയില്ലേ. അപ്പോൾ ഇതൊന്നും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചേർക്കാം. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ആദ്യം നല്ല കയ്പായിരുന്നു. രണ്ടാമത് നാരങ്ങ നീര് ഒഴിച്ചിട്ട് നോക്കിയപ്പോൾ മറ്റേ കയ്പൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഉപ്പിൻ്റെ ലേശം കുറവുണ്ട്. അപ്പോൾ ഉപ്പും കുറച്ചും കൂടി എരിവും പിന്നെ നമുക്ക് മറ്റേ ഒരു നാരങ്ങ ഉണ്ടായിരുന്നില്ലേ, അതും കൂടി നല്ലോണം പിഴിഞ്ഞിട്ട് ഒന്നും കൂടി മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നേരത്തെ പോലത്തെ സ്വാദല്ല, സ്വാദിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നാരങ്ങ നീര് നമുക്ക് നല്ലോണം ചേർക്കാം. ഇത് തൈരിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞില്ലേ, ചോറിന് ഇത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ദഹനമൊക്കെ കിട്ടും കേട്ടോ. നല്ലൊരു സ്വാദുമാണ്. ഈ പനിയൊക്കെ പിടിച്ച് ജലദോഷമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ്, തൊണ്ടവേദനയൊക്കെ വരൂലേ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വായിൽ ഇങ്ങനെ ഇട്ട് അലിയിച്ചിറക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു സ്വാദും ഒരു സുഖവും കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് വേപ്പില കട്ടി ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നാരങ്ങേൻ്റെ ആത്മാവ് വരെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ, നേരത്തെ നാരങ്ങേൻ്റെ. ഇനി നമുക്ക് ഒരു നാരങ്ങയും കൂടി ഉണ്ട്, അതും കൂടി ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നാരങ്ങ നീര് ഒഴിച്ചപ്പോൾ ഇതിൻ്റെ സ്വാദിന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ടേ. ഇങ്ങനെയൊന്ന് അടിച്ചു നോക്കിയിട്ട് വരാം കേട്ടോ മിക്സിയിൽ. ഇതിങ്ങനെ അരഞ്ഞൊന്നും പോവില്ല, അതിങ്ങനെ കറങ്ങി കളിക്കുകയുള്ളേ. കോഴിക്കോട് ഒരു കടയിൽ കിട്ടുന്ന ഞാൻ പറഞ്ഞില്ലേ വേപ്പിലക്കട്ടി, അത് 4 എണ്ണത്തിൻ്റെ ഉണ്ടയായിട്ടാണ് കിട്ടുക. ഉണ്ട തന്നെയായിരുന്നു അച്ചാർ മാമീൻ്റെയും. അതെല്ലാം കൂടി പൊടിച്ചിട്ട് ഞാൻ ഈ കുപ്പിയിൽ അമർത്തി വെച്ചതാട്ടോ, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. എന്നിട്ടും നമ്മളുടെ കളറിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവരെങ്ങനെയാണ് എന്തോ ഈ ചുമന്ന കളറാക്കുന്നത്, അത് എന്ത് ചെയ്തിട്ട് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇങ്ങനെയാവുമ്പോൾ ചൂടാക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ നല്ലൊരു മണമാണേ. ഈ മിക്സീൻ്റെ ജാറ് തുറന്നപ്പോൾ നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്വാദ് ഇത് നോക്കിയപ്പോൾ നാരങ്ങ നീര് കുറച്ചും കൂടി ഒഴിച്ചാൽ നമ്മളുടെ കയ്പ്പ് തീരെ ഇല്ലാതെയാവും. അപ്പോൾ അങ്ങനെയാണ്, നല്ല സ്വാദ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ നീര് ഉറ്റിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളെ കയ്യിലുള്ള മറ്റേ നാരങ്ങയില്ലേ, അതിനെയും കൂടി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒറ്റിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടേ. നമ്മൾ രാമേശ്വരം ധനുഷ്കോടിയൊക്കെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കോഴിക്കോട് നിന്ന് പാലക്കാടേക്ക് പോയി അവിടെ താമസിച്ചു. അപ്പോൾ അന്നാണ് നമ്മൾ പാലക്കാട് അഗ്രഹാരത്തിലൊക്കെ പോയി അച്ചാർ മാമീൻ്റെ അടുത്ത് പോയി അച്ചാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് പെട്ടെന്ന് അതും കൂടി വാങ്ങണം എന്ന് തോന്നിയത്. അങ്ങനെയാണ്. അച്ചാർ മാമീൻ്റെ അടുത്ത് വിലയും കുറവായിരുന്നു കേട്ടോ, കോഴിക്കോട് കിട്ടുന്നതിനേക്കാളും. കോഴിക്കോടത്തേന് ഭയങ്കര എരിവാണേ. സ്വാദില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എരിവ് അധികമാണ്. സ്വാദിന് വ്യത്യാസവും ഉണ്ട്. കാണാനൊക്കെ ഒരുപോലെയാണെങ്കിലും സ്വാദിന് വ്യത്യാസമുണ്ട്, കൂട്ടിന് വ്യത്യാസമുണ്ട്, എരിവും അധികമാണ്. രാമേശ്വരം യാത്രേൻ്റെ ഒരു വീഡിയോ വരാനുണ്ട്, അതിൽ ചെറിയ ഫോട്ടോസൊക്കെ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയ നാരങ്ങേൻ്റെ ആത്മാവിനെ കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കുരുവൊന്നും ഇനി വീഴണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി പെറുക്കി എടുത്ത് അധികം ഇതിൽ തോണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം കേടായി പോവേ. നല്ല ഏപ്രിൽ മാസത്തിലെ പൊരി വെയിലത്താണ് കേട്ടോ ഞങ്ങൾ രാമേശ്വരം പോയത്. അതിൻ്റെ ഇത് ധനുഷ്കോടിൻ്റെ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടതേ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലത്ത്. കേരളത്തിൽ തന്നെ ഭയങ്കര ചൂടായിരുന്നു, അതിനേക്കാളും ചൂടായിരുന്നു അവിടെ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരുന്നുണ്ട്. എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ജലദോഷവും തൊണ്ടവേദനയൊക്കെ ഇപ്പോൾ വരും. എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിന് മുന്നേ കുറച്ച് വേപ്പിലക്കട്ടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ രാത്രിയൊക്കെ കുറച്ചെടുത്തിട്ട് വായിൽ വെച്ചാൽ തൊണ്ടവേദനയ്ക്കൊക്കെ നല്ല നല്ല സുഖം കിട്ടുമേ. ഞങ്ങളിതാ ഈ ചെറിയ ഫോട്ടോയിൽ കാണുന്ന സ്ഥലമില്ലേ, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ധനുഷ്കോടിയിൽ. അപ്പോൾ നമ്മളുടെ ചെറിയ നാരങ്ങ, അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 2 നാരങ്ങേൻ്റെ നീര് ഇതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിത്തൊക്കെ മാറ്റിയിട്ട് ഇനി ഇത് അടിക്കണം എന്നില്ല കേട്ടോ, ഇത് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടി എടുത്ത് വെക്കാം. ഉണങ്ങിയ കൈയാവണേ, കയ്യിൽ പച്ചവെള്ളത്തിൻ്റെ ഒന്നും പാടില്ല. ഈ കൈ കഴുകുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടും കൈ കഴുകാം കേട്ടോ. പച്ചവെള്ളം പറ്റുകയില്ലേ, പെട്ടെന്ന് കേടായി പോവും. എൻ്റെ കയ്യിലിപ്പോൾ നാരങ്ങേൻ്റെ നീരൊക്കെയാണുള്ളത്. നിങ്ങൾ ആർക്കെങ്കിലും വേപ്പിലക്കട്ടി ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച പോലെ ഉണ്ടാക്കിക്കോ കേട്ടോ. ഇനി നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നാരകത്തിൻ്റെ ഇലേൻ്റെ നടുക്കുള്ള നാരങ്ങ കളഞ്ഞിട്ടാക്കിയാലും കുഴപ്പമില്ല. നമുക്ക് ഏകദേശം അച്ചാർ മാമീൻ്റെ ഒരു ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. സ്വാദ് വന്നിട്ടില്ല കേട്ടോ, അത്ര സ്വാദ് എനിക്ക് വന്നിട്ടില്ല. എൻ്റെത് ഞാൻ ഉണ്ടാക്കിയൊരു സ്വാദ്, അവരതിന് നല്ല അവർക്കാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. സ്വാദ് കുറച്ച് കുറവാണെങ്കിലും നല്ല ഗുണം ഉണ്ടാവുക എൻ്റെ അതിന്. അപ്പോൾ നമുക്കിതിങ്ങനെ ഉരുട്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയതെല്ലാം കൂടി ഒന്നാക്കിയിട്ട് ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെക്കുവേ. പുറത്ത് വെക്കാനേ പറ്റൂല കേട്ടോ, അത് എടുക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് കേടുവരും. ഇലകളും കൂടിയല്ലേ, നമ്മൾ നാരങ്ങേൻ്റെ ഇലയൊക്കെ ബാക്കിയായി പോയി കേട്ടോ. ഇത് നന്നാവുകയാണെങ്കിൽ ബാക്കിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറേ കാലത്തേക്ക് ഉണ്ടാവും കേട്ടോ ഈ പൊടി. ഇത് നമുക്ക് വാരി തിന്നാനൊന്നും പറ്റൂല,
ഒരു ടേസ്റ്റ് നോക്കുക, ഒന്ന് ടേസ്റ്റ് മാറ്റാനുള്ള ഒരു ഇത് മാത്രമേ ആവുള്ളൂ. കുറേ ദിവസം ഒരു മാസത്തേക്കൊക്കെ ധാരാളം ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും എടുത്താൽ ഒരു മാസത്തേക്കുള്ള പൊടിയുണ്ട് കേട്ടോ. ഇത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല, കുറേ കഴിക്കാൻ പറ്റില്ല. ഇത് തൈരിൽ ചേർത്തിട്ടൊക്കെയാണ് ചോറിനൊക്കെ കൂട്ടാൻ സ്വാദുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാവിൽ ഇങ്ങനെ വെക്കാം. ഇന്നിപ്പോൾ ഇങ്ങനെയാണ് ഉണ്ട ഉണ്ടാവുക. ഞാൻ ഒന്ന് സ്റ്റൈലാക്കി വെച്ചതാട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് ഒരു കുഞ്ഞി ഇത് കഴുകിയിട്ട് നല്ലോണം തുടച്ചെടുത്തതാണേ, അതിൽ അമർത്തി വെക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് തോണ്ടി തോണ്ടി എടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞാൻ ഇത് വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേട്ടോ. നിങ്ങളെടുത്ത് ഈ 2 ഇലയും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, നല്ലൊരു സാധനമാണേ. എൻ്റെ രാമേശ്വരം യാത്ര കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കേ.